എക്സ്പ്ലോ മീഡിയൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ഇരിക്കൂർ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് വൈഷ്ണവ് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് വൈഷ്ണവ് സ്ഥലം? ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം ഇരിക്കൂർ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ മാമാനിക്കുന്ന ക്ഷേത്രത്തിൽ നിന്നും ശ്രീകണ്ഠാപുരം റോഡിലേക്ക് പോകുന്ന വഴിക്ക് ഏകദേശം 2.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ വേണ്ടി പറ്റും. അതുവഴി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയാൽ ഏകദേശം 1.5 കിലോമീറ്റർ എത്തുമ്പോഴാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇരിക്കൂർ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്കവിടെ പോകാമെന്ന് വൈഷ്ണവ് കുറേയായി പറയുന്നത്. ഇന്നാണ് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയത്. ഇരുഭാഗത്തും നല്ല കാടുകളാണ്, വന്യമായൊരു സൗന്ദര്യം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ 2 മീനുകൾ അടികൂടുന്നുണ്ട്. അടികൂടുന്നതാണോ ഇനി ചുഴിയിൽപ്പെട്ട് കറങ്ങുന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല. സാധാരണ വെള്ളച്ചാട്ടത്തെ അപേക്ഷിച്ച് ഇത് 2-3 തട്ടുകളായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ആദ്യം ചെറിയ ചെറിയ വെള്ളച്ചാട്ടം അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. തട്ടുകളായിട്ട് 2-3 തട്ടുകളായിട്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടം, അതിനുശേഷം വലിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം. ആ രീതിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ മുന്നിൽ പോയ കൂട്ടത്തിൽ ആ ഒരു കുട്ടി ഇവിടുന്ന് ഇറങ്ങി വീണുപോയി. എന്തോ ഭാഗ്യത്തിന് താഴെ എത്തിയില്ല. ആ മരത്തിൽ പുറ്റം കുട്ടിയോണ്ട് കുട്ടിങ്ങ് താഴിലേക്ക് പോയില്ല. നമ്മളപ്പോൾ ഞാൻ പോയിട്ട് ഓടി വന്ന് അപ്പോഴേക്ക് അവരെങ്ങനെയല്ല പിടിച്ച് രക്ഷപ്പെട്ടിരുന്നു. ആ കുട്ടി ഇറങ്ങി വീണ സ്ഥലം നമ്മൾ ഈ കാണുന്നത്. ഉമ്മയുടെ കൈവിട്ട് മുന്നോട്ട് ഓടുമ്പോഴാണ് വീണത്. വളരെ അപകടം നിറഞ്ഞൊരു സ്ഥലം തന്നെയായിരുന്നു. സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അപകടം പതിയിരിക്കുന്ന സ്ഥലം തന്നെയാണിത്. കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്ക പോയി കുളിക്കേണ്ട പരിപാടിയാണ്. ഇതാണ് വലിയ വെള്ളച്ചാട്ടം. നേരത്തെ തട്ടുകളായിട്ട് കുറേ ചെറിയ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു. അതിനുശേഷം വലിയ രീതിയിലുള്ള നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. അവർ അവിടെ നല്ല രീതിയിൽ വെള്ളത്തിൽ ആസ്വദിച്ച് കുളിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഭാഗത്ത് എത്തിയിട്ടാണുള്ളത്. അപ്പോൾ തൊട്ട് വഴിയുണ്ട്, അതുവഴി വന്ന് പുഴ കടന്നാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഭാഗത്ത് എത്താൻ വേണ്ടി പറ്റും. മേലെ തന്നെ വെള്ളം ഒഴുകി വരുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കുറച്ചൊക്കെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. മേലെ നിന്ന് ഒഴുകി വന്ന് പാറയുടെ 2 സൈഡിലൂടെയും അതിശക്തമായ രീതിയിലാണ് താഴോട്ടേക്ക് ഇങ്ങനെ വെള്ളം പതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില പെയിൻറ്റിങ്ങുകളിലും അതുപോലെ ചില ഫോട്ടോസിലെല്ലാം ഇങ്ങനെ ഉള്ളൊരു കാഴ്ച കാണലുണ്ട്. അതുപോലെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടി. പുഴക്ക് വലിയ ആഴമൊന്നുമില്ല, പക്ഷേ ഈ ഭാഗത്ത് കുറച്ച് ഒഴുക്കിന് ശക്തി കൂടുതലുണ്ട്. നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പുഴ കടന്ന് അക്കരയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമെന്ന്.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.